വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജെൻഡർ പാർക്കിൽ ആർപോ 2026 ജെൻഡർ ഫെസ്റ്റിന് തുടക്കമായി. ചലച്ചിത്രോത്സവം, ഓപ്പൺ ഫോറം, പാനൽ ചർച്ചകൾ, കലാപരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഫെബ്രുവരി 28 വരെ ഫെസ്റ്റ് നടക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ജെൻഡർ പാർക്കിൽ ആർപോ 2026 പരിപാടിക്ക് തുടക്കമായി. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ സബീന ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. മെയിൻലി ആർപോ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു സാഹചര്യത്തിലും പുറത്തിറങ്ങാൻ പറ്റാത്ത കുറേയധികം വീട്ടകങ്ങളിൽ അടയ്ക്കപ്പെട്ട കുറേയധികം സ്ത്രീകൾക്ക് ഒന്ന് പുറത്തിറങ്ങാനും അവരുടെ സർഗശേഷികളെ പ്രദർശിപ്പിക്കാനും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമാകാനും. കാരണം വീട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ ഒരു റീസൺ വേണം. അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള സാധാരണക്കാരെ സ്ത്രീകളെ മെയിൻ സ്ട്രീം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഉദ്ദേശിച്ചിട്ടാണ് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച ആർപോ എന്ന പേരിൽ ഒരു പരിപാടി ജെൻഡർ പാർക്കിൽ നടത്താൻ തീരുമാനിച്ചത്. എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്കിടയിലേക്ക് ഈ പരിപാടികളെക്കുറിച്ചുള്ള മെസ്സേജുകൾ ഇനിയും എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറേയധികം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരുകൂടി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരാളിലൂടെ മറ്റൊരാളിലേക്ക് പറഞ്ഞറിയും, അങ്ങനെയും നമുക്ക് നല്ലൊരു പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് ആഡുകളിലൂടെയൊക്കെ ഈ ഒരു പരിപാടികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പരിപാടികൾ ഫലവത്താകുന്നത്, ഫ്രൂട്ട്ഫുൾ ആകുന്നത്. ജെൻഡർ പാർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രേമൻ തറവട്ടത്ത് അധ്യക്ഷനായി. സാമൂഹിക നീതി വകുപ്പ് ജില്ലാ ഓഫീസർ അഞ്ജു മോഹൻ, ജെൻഡർ പാർക്ക് റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ കെ ദിവ്യ, യുവൻ വിമൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ പീജ രാജൻ, റീജിയണൽ ചലച്ചിത്ര അക്കാദമി കോർഡിനേറ്റർ നവീന സുഭാഷ്, ലൈബ്രറിയൻ ജെ അനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ജെൻഡർ പ്രമേയമായി സംഘടിപ്പിച്ച ചലച്ചിത്രോത്സവത്തിൽ ഞാൻ രേവതി, ഫെമിനിച്ചി ഫാത്തിമ, B32 മുതൽ 44 വരെ എന്നീ സിനിമകൾ പ്രദർശിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ജെൻഡർ പ്രമേയമായ ചലച്ചിത്രോത്സവം, ഓപ്പൺ ഫോറം, പാനൽ ചർച്ചകൾ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. ഫെബ്രുവരി 28 വരെ നടക്കുന്ന പരിപാടി യുവൻ വുമൻ, കേരള ചലച്ചിത്ര അക്കാദമി, PK റോസി ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.